ോട് ദൈവത്തിന് വചനം പറയുന്നത് എൻ്റെ എളിയദാസന് ചെയ്തത് കർത്താവിന് ചെയ്തിരിക്കുന്നതാണ്. ആ എളിയദാസന് വിശന്നു, ഭക്ഷണം കൊടുത്തില്ല. ദാഹിച്ച്, വെള്ളം കൊടുത്തില്ല. വസ്ത്രം വേണമായിരുന്നു, വസ്ത്രം കൊടുത്തില്ല. വിശ്രമിക്കണമായിരുന്നു, ഇടം കൊടുത്തില്ല. അങ്ങനെ ആ ഇളയദാസന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതൊന്നും കൊടുത്തില്ലെങ്കിൽ അത് കർത്താവിനെ ചെയ്തതുപോലെ എന്നാണ് കർത്താവിൻ്റെ സന്ദേശത്തിൽ അരുളി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങളെ പാലിക്കുക. ദൈവം അതിൻ്റെതായ രീതിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. കാരണം കർത്താവിൽ ശരണം പ്രാപിച്ച് ജീവിക്കുമ്പോൾ ദൈവിക ആലോചനകൾ നമുക്ക് നൽകുവാനിടയായിത്തീരും. ഇങ്ങനെയാണ് സങ്കീർത്തനത്തിൽ പറയുന്ന, അവങ്കിലേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹൃദയം ചുരുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. എന്തെങ്കിലും വിഷയം വരുമ്പോൾ, ഹൃദയം ചുരുങ്ങുമ്പോൾ, ദൈവം നമ്മുടെ ഹൃദയങ്ങൾ ചുരുക്കത്തിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനൊരു വിടുതലും പരിഹാരം തരുവാൻ ശക്തനായ ദൈവമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. സകല ജഡത്തിൻ്റെയും ദൈവമാണ്. അവൻ ആരെയും, ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവം സകലത്തിൻ്റെ ഉടയവനായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം, സകലത്തിനെ ക്ഷമിച്ചവൻ, സകലത്തിനെ ഉരുവാക്കിയവൻ, സകലത്തിന് ജീവൻ കൊടുത്തവൻ, സകലത്തിനെ നിർമ്മിച്ചവൻ, സകലത്തിനെയും ഹല്ലേലൂയ പ്രൈസ് പേരിട്ടവൻ, അതിരിട്ടവൻ, പ്രൈസ് കടലിൽ ഇരച്ച് കയറി വരാതിരിക്കാൻ വേണ്ടി പൂഴി മണ്ണിട്ട് നിർമ്മിച്ചവൻ, അടിസ്ഥാനമിട്ടവൻ. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ സഹോദര സഹോദരി, പ്രൈസ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. വഴികളെ തുറക്കും, പുത്തൻ വഴികളെ തുറക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതാണ് നസറേയനായ യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത്. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. യേശുവിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ അനുകൂലമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. അവൻ്റെ കരം കുറുകിയിട്ടില്ല. ഇന്നും പ്രവർത്തിക്കുന്ന അത്ഭുത കരമാണ് യേശു ക്രിസ്തുവിൻ്റെത്. ആ യേശുവിൻ്റെ അരികിൽ വരുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. ആ യേശു ആരുടെ മുഖം നോക്കുന്നില്ല, ആരുടെ ഒന്നും നോക്കുന്നില്ല. യേശു പേർ ചൊല്ലി വിളിച്ച് അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നന്ദി ചെയ്ത